പറയുന്നത് കേട്ടിട്ടുണ്ട് 4-5 എംബ്രിയോസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാമോ, ഒന്നെങ്കിലും ഇംപ്ലാന്റ് ആകുമല്ലോ എന്ന്. കൂടുതൽ എംബ്രിയോസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മുടെ പ്രഗ്നൻസി റേറ്റ് അത്രയും കൂടുതൽ ആണ് എന്ന് വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. തീർച്ചയായിട്ടും പ്രഗ്നൻസി റേറ്റ് കൂടും, പക്ഷേ അതിന് ഒരുപാട് നിങ്ങൾക്ക് സൈഡ് എഫക്റ്റ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനിയും ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. 1999 നമ്മൾ സാധാരണ 4-5 ഡേ 2 എംബ്രിയോസ് അല്ലെങ്കിൽ ഡേ 3 എംബ്രിയോസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുമായിരുന്നു. പക്ഷേ സയൻസ് അഡ്വാൻസ്ഡ് ആകും തോറും ഇപ്പോൾ നമ്മൾ ഡേ 5 ബ്ലാസ്റ്റോസിസ് വരെ എംബ്രിയോസിൻ്റെ ഡെവലപ്മെൻറ്റ് ലാബിൽ നടത്താറുണ്ട്. ബ്ലാസ്റ്റോസിസിൻ്റെ സക്സസ് റേറ്റ് ഒരുപാട് നല്ലതാണ്. സാധാരണ ബ്ലാസ്റ്റോസിസ് ട്രാൻസ്ഫർ ചെയ്യുവാണെങ്കിൽ 2 എംബ്രിയോസ് ട്രാൻസ്ഫർ ചെയ്യുവാണെങ്കിൽ പോലും സക്സസ് റേറ്റ് ഒരുപാട് നല്ലതാണ്. 3 എംബ്രിയോസോ 4 എംബ്രിയോസോ ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുവാണെങ്കിൽ ട്വിൻ പ്രഗ്നൻസി അല്ലെങ്കിൽ ട്രിപ്ലെറ്റ് പ്രഗ്നൻസി ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ നിങ്ങൾ ഓർക്കും, ട്വിൻസ് അല്ലെങ്കിൽ ട്രിപ്ലെറ്റ്സ് ആകുവാണെങ്കിൽ എന്താ കുഴപ്പം എന്ന്. കുഞ്ഞുങ്ങൾ അത് എത്ര ആയാലും നല്ലതാണ്, പക്ഷേ ട്വിൻസിൽ ട്രിപ്ലെറ്റ്സിൽ ഒക്കെ കുറച്ച് റിസ്ക് എലിമെൻറ്റ്സ് ഉണ്ട്. പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നിങ്ങളുടെ പ്രീമച്വർ ഡെലിവറി ആകാൻ ചാൻസ് ഉണ്ട്. പ്രീമച്വർ ഡെലിവറി കഴിഞ്ഞ് 7 മാസമൊക്കെ ആയ കുഞ്ഞുങ്ങൾ ആണ് നിങ്ങളുടെ എങ്കിൽ അവരുടെ ഗ്രോത്ത് ശരിയാക്കാൻ വേണ്ടിയിട്ട് NICUവിൽ വെക്കേണ്ടി വരും. ഓവറോൾ നിങ്ങളുടെ IVFൻ്റെ കോസ്റ്റും കൂടും. അത് മാത്രമല്ല, കുഞ്ഞുങ്ങളും പ്രോപ്പർലി ഡെവലപ്പ് ആയിട്ടുണ്ടാവത്തില്ല. ചിലപ്പോഴൊക്കെ കുഞ്ഞുങ്ങളുടെ ലങ്സ് മെച്വർ ആയിരിക്കത്തില്ല. നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഇത്രയൊക്കെ പെയിൻ അനുഭവിച്ച് ഇത്രയൊക്കെ കോസ്റ്റ് മുടക്കിയിട്ട് നമ്മൾ IVF ചെയ്യുമ്പോൾ അറ്റ് ലാസ്റ്റ് ചിലപ്പോൾ കുഞ്ഞുങ്ങൾ സ്റ്റിൽ ബർത്ത് ആകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ബ്ലാസ്റ്റോസിസ് ആണെങ്കിൽ 2 എംബ്രിയോ ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈ ട്വിൻ പ്രഗ്നൻസി അല്ലെങ്കിൽ ട്രിപ്ലെറ്റ് പ്രഗ്നൻസിയുടെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ബ്ലാസ്റ്റോസിസിൻ്റെ സക്സസ് റേറ്റ് 60-70% വരെയുണ്ട്. അത് 80% വരെ ഒക്കെ ആകാറുമുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ ഏജ് 35-ൽ കുറവാണെങ്കിൽ, എൻഡോമെട്രിയം ലൈനിങ് നല്ലതാണെങ്കിൽ, ട്യൂബൽ ബ്ലോക്ക് കാരണം കൊണ്ടാണ് നിങ്ങൾ IVF ചെയ്യിക്കുന്നതെങ്കിൽ ഒരു ബ്ലാസ്റ്റോസിസ് ട്രാൻസ്ഫർ ചെയ്താലും റിസൾട്ട് നല്ലതാകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നിങ്ങളുടെ ഏജ് 35-ൽ കൂടുതൽ ആണ്, എൻഡോമെട്രിയൽ ലൈനിങ് അപ്രോപ്രിയേറ്റ് അല്ല, വേറെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾ 2-3 ബ്ലാസ്റ്റോസിസ് ട്രാൻസ്ഫർ ചെയ്യിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ മനസ്സിലായി കാണുമല്ലോ. നമ്മുടെ IVFൻ്റെ സക്സസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് പ്രഗ്നൻസി ഇംപ്ലാന്റ് ആകാൻ വേണ്ടിയിട്ട് എത്ര എംബ്രിയോസ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന്, എത്ര എംബ്രിയോസ് ആണ് നമ്മുടെ IVFൻ്റെ സക്സസ്സിന് വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മുടെ തന്നെ ചില കണ്ടീഷൻസ് അനുസരിച്ചാണ്. അപ്പോൾ എന്തൊക്കെയാണ് കണ്ടീഷൻസ് എന്ന് വെച്ചാൽ, നമ്മുടെ ഏജ്, നമ്മുടെ എൻഡോമെട്രിയൽ റിസപ്റ്റിവിറ്റി, നേരത്തെ IVF നമ്മുടെ ചെയ്ത് ഫെയിൽ ആയിട്ടുണ്ടോ എന്ന് നോക്കും. പിന്നെ നമുക്ക് എന്തെങ്കിലും ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടോ എന്ന് നോക്കും. വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ എന്ന് നോക്കും. ഡേ 3 എംബ്രിയോ ആണോ ഡേ 5 എംബ്രിയോ ആണോ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് നോക്കും. ഇതൊക്കെ കമ്പൈൻ ചെയ്താണ് നിങ്ങളുടെ IVF സക്സസ് ആകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി ഇംപ്ലാന്റ് ആകാൻ വേണ്ടിയിട്ട് ഏറ്റവും ചാൻസ് കൂടുതൽ എത്ര എംബ്രിയോസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ടോപ്പിക് റിലേറ്റഡോ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിലൂടെ നിങ്ങൾക്കത് ചോദിക്കാവുന്നതാണ്.